എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാട്ടിലമ്പലത്തിൽ തൊഴാൻ പോകുവാണേ. അപ്പോൾ എവിടെ പോയാലും മീനാക്ഷി ഒരു ബുക്ക് എടുത്ത് കൈവെക്കും. അത് പടം വരയ്ക്കാനൊക്കെ ആണെന്ന് പറഞ്ഞാണ് വെക്കുന്നത്. ആദ്യം ഒന്ന് എടുത്ത് നോക്കുന്നതാണ്, പിന്നെ അത് തിരിഞ്ഞ് നോക്കാറേ ഇല്ല. അങ്ങനെ നമ്മൾ കാട്ടിലമ്പലത്തിലെത്തി. അപ്പോൾ ഓണം തൊട്ട് വിചാരിക്കുകയാണ് ഇവിടെ വന്നൊന്ന് തൊഴണമെന്ന്. പക്ഷേ ഇതുവരെയും പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ വൈകിട്ട് പോയി തൊഴാമെന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയതാണേ. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് ഈ ഒരു കാഴ്ച കാണുമ്പം മനസ്സിന് കിട്ടുന്നൊരു സുഖം സത്യം പറയാലോ പറഞ്ഞറിയിക്കാൻ എനിക്കറിയത്തില്ലേ. അപ്പോൾ നമ്മൾ വള്ളത്തിലാണ് അക്കരയിലോട്ട് കടന്നത്. അപ്പം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അമ്പലത്തിലോട്ട് നടക്കുന്ന ഈ വഴിയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. നേരത്തെ ഇത്രയും കച്ചവടക്കാരില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് കടകളായിട്ടുണ്ട്. ഇവിടെ തറവാടൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ സാധനം വാങ്ങിക്കാനും നല്ല വിലക്കുറവുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം അമ്പലത്തിൽ വന്നിട്ട് മീനാക്ഷി ഒന്ന് കടലിൻ്റെ കരയിലോട്ട് കൊണ്ടുപോയി. കാരണം മീൻ തൊഴുതിറങ്ങുമ്പോഴത്തേക്ക് താമസിക്കും. അപ്പോൾ മീനാക്ഷിക്ക് അതൊരു വിഷമമാവണ്ടെന്ന് വിചാരിച്ച് ആദ്യമേ മീനാക്ഷിയെ കടൽക്കരയിലോട്ട് കൊണ്ടുപോയി. മീനാക്ഷി അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. എൻ്റെ കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ വെള്ളത്തിലിറക്കത്തില്ല, പേടിയാണ്. അപ്പം വെള്ളത്തിലിറക്കാതെ കുറേ നേരം കൊച്ചു തിരയൊക്കെ എണ്ണി കളിച്ചോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നു. പിന്നെ കുറേ നേരം നിന്നതിന് ശേഷം 2-3 ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ പോയാലും എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് 2 ഫോട്ടോ ഒക്കെ എടുത്തില്ലെങ്കിൽ മനസ്സിനൊരു സുഖവും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ തൊഴാമെന്ന് വിചാരിച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഏതമ്പലത്തിൽ തൊഴാൻ പോയാലും എൻ്റെ മീനാക്ഷിക്ക് ഒരു തേങ്ങ ഉടയ്ക്കണം. ഇന്ന് വരെ തേങ്ങ പൊട്ടിയിട്ടില്ല. കാരണം എനിക്കും നോവരുത് തേങ്ങയ്ക്കും നോവരുതെന്നും പറഞ്ഞാണ് മീനാക്ഷി തേങ്ങ ഉടയ്ക്കുന്നത്. എന്തായാലും ഇന്ന് ഭാഗ്യത്തിന് ആ തേങ്ങ പൊട്ടി, അതൊരു സന്തോഷം. പിന്നെ നമ്മൾ മണി കെട്ടുന്ന ആലിൻ്റെ ചുവട്ടിൽ ചെന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഒരു കൊച്ചു സുന്ദരി കുഞ്ഞു പാവാട ഉടുപ്പൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനും മീനാക്ഷിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി മീനാക്ഷിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ സൈഡിൽ പാനിപ്പൂരി കിട്ടുന്ന കടയുണ്ടല്ലോ, അവിടെ പോവുക എന്നുള്ളതാണ്. അപ്പം നമ്മളിനി അങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പം മീനാക്ഷിക്ക് അമ്പലത്തിൽ വരുന്നത് ഈ പാനിപ്പൂരി കഴിക്കാനാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പിന്നെ പാനിപ്പൂരി കിട്ടുന്നിടത്തോട്ട് പോയി. അപ്പോൾ അമ്പലത്തിൽ തൊഴുന്നതിനേക്കാളും സ്പീഡിലാണ് മീനാക്ഷി പാനിപ്പൂരിയുടെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഒരു പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ മീനാക്ഷിക്ക് ഇവിടം തൊട്ട് വീട് വരെ പരാതി പറയും. പക്ഷേ ഇവിടുത്തെ പാനിപ്പൂരിയും കുഴപ്പമൊന്നുമില്ലേ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ മുമ്പൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പോൾ കഴിക്കത്തില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നപ്പം പാനിപ്പൂരിയും വേറെ എന്തൊക്കെയോ ഞാൻ കഴിച്ചാലും എന്താ കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് നല്ല പണി കിട്ടി. ചായലോട് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടക്കേണ്ട വന്നു. ഇനി ബാത്റൂമിൽ വിരിച്ച് കിടക്കാനുള്ള ആവതില്ലാത്തത് കൊണ്ട് ഇതുവരെ കിടന്നിട്ടില്ല. പക്ഷേ മനസ്സിന് ഭയങ്കര പേടിയുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള സാധനമൊന്നും കഴിക്കത്തില്ല. എന്നാലും വെറുതെ ജസ്റ്റ് ഒരു കോളിഫ്ലവർ ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. വേണ്ട, മനസ്സിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ ചേട്ടൻ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു, അത് കഴിച്ചു. ഇപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കഴിക്കുന്നൊരു സാധനം ഇതാണ്. പിന്നെ എനിക്കൊരു കുലുക്കി സർബത്ത് കുടിക്കണം. ഈ 2 സാധനം എനിക്ക് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ച് തന്നാൽ സന്തോഷം, ഇല്ലെങ്കിലും പരാതിയില്ല. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെയിനായിട്ടും കാട്ടിലമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴുത് കഴിഞ്ഞിട്ട് പോയി വാങ്ങിക്കുന്ന ഒരു സാധനം, ഇവിടെ നല്ല ഉണക്കമീൻ കിട്ടുമേ. നല്ല സാധനമാണ്, വിലയും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ വില കൂടുതലൊന്നുമില്ല. അങ്ങനെ അവിടെ ഒരു നല്ല കച്ചവടമുണ്ട് അവർക്ക് കേട്ടോ. നമ്മൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആളുണ്ടായിരുന്നു ഈ ഉണക്കമീൻ വാങ്ങിക്കാൻ. അങ്ങനെ ഞാനും 2 പാക്കറ്റ് ഉണക്കമീനൊക്കെ വാങ്ങിച്ചു. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ജങ്കാറിലോട്ട് കയറാൻ വേണ്ടി നടന്നേ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ തൊഴാൻ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. പോകുന്ന വഴിക്ക് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നേ. സാധനമൊന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കടകൾ കണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളൊരു കടയിൽ വെള്ളം കുടിക്കാൻ കയറിയായിരുന്നു. അവിടെ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ പക്ഷേ ഇന്ന് അതൊന്നും വാങ്ങിച്ചില്ല. ഒരു കുലുക്കി സർബത്ത് കുടിക്കുക എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഈ കടയിലോട്ട് വന്നത്. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പം വെള്ളമൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ കുടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദാഹം ഉണ്ടായിരുന്നേ. പിന്നെ കുലുക്കി സർബത്ത് കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ കടയോട് ചേർന്ന് തന്നെ മൺചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ കണ്ണ് അങ്ങോട്ടേ പോകത്തുള്ളൂ. എനിക്കിങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അങ്ങനെ ഒരു കുഞ്ഞ് ചട്ടി വാങ്ങിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വിലയൊക്കെ നോക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അടുത്ത കടയിൽ കൂടെ പോയി അവിടുത്തെ വിലയും കൂടെ അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു ചേച്ചിയുടെ കടയിൽ ചെന്നപ്പം ഞാൻ അപ്പുറത്ത് നോക്കിയ ചട്ടിയേക്കാളും 5 രൂപ എനിക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് ആ ചേച്ചിയുടെ നിന്ന് ചട്ടിയൊക്കെ വാങ്ങിച്ചു. എനിക്കൊരു ചട്ടി കൈ കിട്ടിയപ്പോഴേ മനസ്സിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കൊരു ചട്ടിയോ തവിയോ സ്പൂണോ എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ജങ്കാറിൽ കയറാൻ പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നേ.
ഒരുപാട് ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ജങ്കാറൊക്കെ വന്നു. ജങ്കാറിൽ കയറി നമ്മളിങ്ങ് ഇക്കരയ്ക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഈ രാത്രിയിൽ ഇവിടുത്തെ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഒത്തിരി നേരം നിന്നൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ആ ജങ്കാറിൽ ഇക്കരയ്ക്ക് കടക്കുന്നിടം വരെയല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളിങ്ങ് ഇക്കരയ്ക്ക് വന്നു. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടി കയറി കാറിൽ കയറി നേരെ ഇങ്ങ് പട്ടാഴിക്ക് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ഈ രാത്രിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയിലെ ലൈറ്റും വണ്ടിയിലിരിക്കുമ്പോൾ ഉള്ളൊരു കാറ്റും പിന്നെ പഴയൊരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണേ. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങ് പട്ടാഴിക്ക് പോന്നു. അപ്പോൾ നമ്മൾ വന്നപ്പം ഓച്ചിറ വഴിയാണേ വന്നത്. നമുക്ക് അവിടെ ഒരു ചെറിയ കാര്യം കൂടെ സാധിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നല്ല പഴയ പാട്ടൊക്കെ കേട്ടിങ്ങ് പോരുന്നു. വരുന്ന വഴിക്ക് നമുക്ക് ഈ താജ്മഹൽ മോഡലിൽ ഒരു മുസ്ലിം പള്ളി നമ്മൾ കണ്ടായിരുന്നേ. ഇതെവിടാണെന്ന് എനിക്കറിയത്തില്ല, നല്ലോണം വീഡിയോ എടുക്കാനും പറ്റില്ല. പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ സൈക്കോ കുഞ്ഞിങ്ങനെ ഹെഡ്സെറ്റൊക്കെ കെട്ടിയിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ. പാട്ടൊന്നും പാടാൻ അറിയത്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഷോ ഉണ്ട് കയ്യിൽ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകടയിൽ കയറിയായിരുന്നു. നല്ല ചൂട് പൊറോട്ട വാങ്ങിച്ച്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചൂട് പൊറോട്ട കഴിക്കണമെന്ന്. അപ്പം നല്ല ചൂട് പൊറോട്ട വാങ്ങിച്ച്. മീനാക്ഷിയും ചേട്ടനും ഒക്കെ ദോശയാണെന്ന് തോന്നുന്നു വാങ്ങിച്ച്. നല്ല ചൂട് പൊറോട്ടയൊക്കെ വാങ്ങിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടന് അവിടെ നിന്ന് ചേട്ടന് നല്ല ചമ്മന്തിക്കറി കൊണ്ട് തന്നെ. ചൂട് പൊറോട്ട ചമ്മന്തിയിലോട്ട് മുക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇന്ന് വേറെ തന്നെയാണേ. അപ്പോൾ എൻ്റെ യാത്രാവിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാവേ.